ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് വെച്ചാൽ നല്ല ചെമ്മീൻ റോസ്റ്റാണ്. ഒരു വെറൈറ്റി ടൈപ്പ് ചെമ്മീൻ റോസ്റ്റാണ്. അപ്പോൾ അതിനായിട്ട് ആദ്യം നമുക്ക് ഈ ചെമ്മീനൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഇതാ ഞാൻ ചെമ്മീൻ ക്ലീനൊക്കെ ചെയ്ത് നല്ല കഴുകി ഒരു പാത്രത്തിലേക്ക് മാറ്റിയതാണിത്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, എരിവുള്ള മുളക് പൊടി ആണ് ചേർത്തത്. കാശ്മീരി മുളക് പൊടി വേണം, കാശ്മീരി മുളക് പൊടി ചേർക്കാം, അപ്പോൾ കുറച്ചും കൂടി കളർ കിട്ടും. ഞാൻ എരിവുള്ള മുളക് പൊടിയാണ് ചേർത്തത്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത് നമുക്ക് ആദ്യം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യാതെയും നമുക്ക് ഈ റോസ്റ്റ് തയ്യാറാക്കാം. പക്ഷേ ഫ്രൈ ചെയ്തിട്ട് നമ്മൾ തയ്യാറാക്കുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇനി ഈ ചെമ്മീൻ ഫ്രൈ ചെയ്യാനായിട്ട് ആദ്യം ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായ ശേഷം ഈ നമ്മുടെ അവിടെ മിക്സ് ചെയ്ത് വെച്ച ചെമ്മീൻ അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുക. നമ്മൾ ചെമ്മീൻ മുഴുവൻ അതിൻ്റെ അകത്തേക്ക് ഇട്ടു. ഒരു മിനിറ്റ് കഴിയുമ്പോൾ നമ്മളതിനൊന്ന് മറിച്ചിടണം. മീഡിയം ഫ്ലെയിമിലാണ് വെക്കേണ്ടത്. ഫുൾ ഫ്ലെയിമിൽ വെക്കാൻ പാടില്ല. മീഡിയം ഫ്ലെയിമിൽ വെച്ച ശേഷം 1 മിനിറ്റ് നേരം വെച്ച ശേഷം നമ്മളതിനെ ഒരു ഭാഗം തിരിച്ചിടുക. രണ്ട് സൈഡും നന്നായിട്ട് ഇപ്പോൾ ഏകദേശം രണ്ട് സൈഡും നന്നായിട്ട് ഇപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. നമുക്കിതിനെ ഇനി ഒരു പാത്രത്തിലേക്കാണ് മാറ്റേണ്ടത്. ഇപ്പം നല്ലവണ്ണം ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതാ ഒരു പാത്രത്തിലേക്ക് മാറ്റി. ഇനി നമുക്ക് ചെമ്മീൻ റോസ്റ്റാക്കുന്നതിന് കുറച്ച് സാധനം കൂടി വേണം. എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് ഒരു ഉള്ളിയാണ് എടുത്തത്. അത് ചെറുത് നൈസായിട്ട് അരിഞ്ഞതാണ്. പിന്നെ ഒരു പച്ചമുളക്, നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ അതിനനുസരിച്ചെടുക്കാം. ഒരു തക്കാളി, ഒരു ചെറിയ തക്കാളിയാണ്, വലുതല്ല. പിന്നെ കറിവേപ്പില. ഇത്രയും സാധനം വെച്ചിട്ടാണ് നമ്മൾ റോസ്റ്റ് തയ്യാറാക്കുന്നത്. പിന്നെ ഇഞ്ചി, ഒരു കഷ്ണം ഇഞ്ചിയും കൂടി വേണമെങ്കിൽ ഇടാം. ഞാനത് ചേർക്കുന്നുണ്ട്. അതിൻ്റെ അകത്ത് വീഡിയോയിൽ കാണിക്കാൻ വിട്ടു. അപ്പോൾ നമുക്കിനി നേരത്തെ അതിൻ്റെ അകത്ത് ബാലൻസ് വന്ന വെളിച്ചെണ്ണയിൽ കടുകൊന്ന് പൊട്ടിച്ചെടുക്കുക. അതിൻ്റെ അകത്ത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇപ്പം ഞാൻ ചേർക്കുന്നുണ്ട്. അതെടുത്ത ശേഷം നമ്മൾ ചട്ടിയിലാണ്, നല്ല മൺചട്ടിയിലാണ് ആക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് ആ കടുക് പൊട്ടിച്ചതും ഇഞ്ചീൻ്റെതും കൂടി ആ വെളിച്ചെണ്ണയും കൂടി നമ്മൾ ആ ചട്ടിയിലേക്ക് ചേർത്തു. ചട്ടിയിലാക്കുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടും. ഇനി നമ്മൾ അതിൻ്റെ അകത്ത് നേരത്തെ അരിഞ്ഞു വെച്ച ഉള്ളി, പച്ചമുളക്, കറിവേപ്പില, തക്കാളി, ഇതൊക്കെ അതിൻ്റെ അകത്തേക്ക് ആ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റണം. നന്നായിട്ട് ഉപ്പിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉള്ളി വഴണ്ടി വരുന്നതെന്ന് പറയാറ്. അതുകൊണ്ട് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി അതിൻ്റെ അകത്തേക്ക് കുറച്ച് പൊടികളും കൂടി ചേർക്കാനുണ്ട്. അതായത് മഞ്ഞൾപ്പൊടി, ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ മല്ലിപ്പൊടി, ചിക്കൻ മസാല, മല്ലിപ്പൊടിയെല്ലാം കുറച്ച് ചേർക്കണ്ടു, ചിക്കൻ മസാല, പിന്നെ കുരുമുളക് പൊടിയാണ് ലാസ്റ്റായിട്ട് ചേർത്തത്. ഈ പൊടികളും ചേർത്ത ശേഷം നന്നായിട്ടൊന്ന് വഴറ്റുക. പൊടികളുടെ പച്ചമണം മാറുന്നത്ര വരെ. അതിനുശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചെമ്മീൻ അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് കുറച്ച് വെള്ളം കൂടി ചേർക്കാം. ആ ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് കുറച്ചും കൂടി നന്നായിട്ട് വേവാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് വെള്ളം ചേർത്തിട്ട് ഇതുപോലെ നന്നായി മിക്സ് ചെയ്യുക. ഇപ്പോൾ തന്നെ നമ്മൾ ഉപ്പും എരിവൊക്കെ നമ്മൾ നോക്കണം. ഇനി വേണമെങ്കിൽ അതിൻ്റെ അകത്ത് നോക്കി ചേർക്കാം. ഞങ്ങൾക്ക് കറക്റ്റാണ്, അതുകൊണ്ടാണ് ഞങ്ങളൊന്നും ചേർക്കാഞ്ഞത്. ഇപ്പോൾ ഏകദേശം അതിൻ്റെ അകത്ത് വെള്ളം വറ്റി വന്ന്, നിങ്ങൾക്ക് ഇങ്ങനെ ഗ്രേവി ടൈപ്പാണ് വേണ്ടതെങ്കിൽ ഇതുപോലെ ആക്കാം. അല്ല കുറച്ചും കൂടി ഡ്രൈ ആയിട്ടാണ് വേണ്ടതെങ്കിൽ ഒരു 2 മിനിറ്റും കൂടി വയ്ക്കുക. അങ്ങനെ ഏകദേശം വെള്ളമൊക്കെ ഇങ്ങനെ വറ്റി വരുന്നുണ്ട്.
നമുക്കിതിനെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് കണ്ടില്ലേ, വെള്ളമൊക്കെ ഏകദേശം വറ്റി. അപ്പോൾ നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് തയ്യാറായി. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. തണിഞ്ഞ ശേഷം നമുക്ക് ഇതിനെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഞാനിപ്പം തീ ഓഫ് ചെയ്തു. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റുമാണ്. നമ്മൾ പ്രത്യേകിച്ച് ഫ്രൈ ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. വേവിച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം, പക്ഷേ ഫ്രൈ ചെയ്തത് കുറച്ചും കൂടി ടേസ്റ്റാണ്. ഇതാ ഇപ്പോൾ നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി അതിൻ്റെ മുകളിൽ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു. ഇങ്ങനെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ചെമ്മീൻ റോസ്റ്റാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം.